blessing today. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രോഗ്രാമാണിത്. അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും വചനത്തെപ്പറ്റി കൂടുതൽ അറിയാത്ത ആൾക്കാർക്കും വളരെ ലളിതമായ ഭാഷയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവും സൗഖ്യദായ ശുശ്രൂഷയും വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ ദൃശ്യമാധ്യമം വളരെയധികം സഹായമാകുന്നുണ്ട്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പല പല സ്ഥലങ്ങളിലുള്ള ഇതുവരെ തമ്മിൽ കണ്ടിട്ടില്ലാത്ത, ഞങ്ങളും ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത പലർ ചേർന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം അവരോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. മാത്രമല്ല 100 കണക്കിന് എപ്പിസോഡുകൾ ഇതുവരെ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആരോമൽ ചന്ദ്രശേഖരനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ഹന്നയുടെ ബർത്ത്ഡേ നാളെയാണല്ലോ. ഞങ്ങൾ ചേർന്ന് കർത്താവെ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ആ കുഞ്ഞിൻ്റെ മേൽ വലിയ അനുഗ്രഹങ്ങളെ കർത്താവെ നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ആരോമലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു ജോലി നല്ല ശമ്പളത്തോടെ അങ്ങ് കൊടുക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ ആരോഗ്യം നൽകണമേ. അതുപോലെ സമാധാനപരമായ ഒരു ജീവിതം അവർക്കങ്ങ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള റിക്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ കർത്താവ് അനുഗ്രഹങ്ങളെ പകരുമാറാകണമേ. ഈ കുടുംബത്തെ മുഴുവൻ കർത്താവ് സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ആരോഗ്യത്തെ അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോട്ടയത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറിപ്പോകട്ടെ. മസ്കറ്റിൽ നല്ല ഒരു ജോലി, കൂടുതൽ നല്ല ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, കൊല്ലത്ത് ഏനാത്ത് നിന്നുള്ള ജെറിൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ എല്ലാ കടബാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. അതുകൂടാതെ കർത്താവെ, ജെറിന് കർത്താവ് കണ്ടുവച്ചിരിക്കുന്ന, നിയമിച്ചിരിക്കുന്ന, അപ്പോൾ തന്നെ തനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കൊടുക്കണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ നിന്നുള്ള പ്രവീൺ കുമാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കൂടുതൽ നല്ല ഒരു ജോലി നൽകി തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള മേരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൂത്ത മകൻ്റെ വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ പണികൾ പൂർത്തിയാകാനായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാവരെയും കർത്താവെ തിരുനാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. I'm going to give you 10 instructions for all single moms and single dads. ഇതുപോലെ
ഭർത്താവിന്റെയോ ഭാര്യയുടെ അഭാവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്കുള്ള 10 നിർദ്ദേശങ്ങൾ ഞാൻ നൽകാൻ But പോവുകയാണ്. many of these instructions are also applicable to other parents. പക്ഷേ All parents. ഇതിലെ മിക്കവാറും നിർദ്ദേശങ്ങളും മറ്റു മാതാപിതാക്കൾക്കും ബാധകമാണ്. Hallelujah. ഹല്ലേലൂയ. Okay, number 1, you are not alone. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. Hallelujah. Hallelujah. Everybody say, I'm not alone. എല്ലാവരും പറയാമോ? ഞാൻ ഒറ്റയ്ക്കല്ല. Say it again. ഞാൻ ഒറ്റയ്ക്കല്ല. One more time. ഞാൻ ഒറ്റയ്ക്കല്ല. Hallelujah. ഹല്ലേലൂയ. God will never leave you alone. കർത്താവ് നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുകയില്ല. This is a wonderful promise in the word of God. ദൈവത്തിന്റെ വചനത്തിലെ വളരെ അതിശയകരമായ ഒരു വാഗ്ദത്തമാണ്. All parents should understand one thing: you are not raising up the children alone. God, the giver of your children, is with you in that job. എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കുഞ്ഞിനെ തന്ന ദൈവം അതിനെ വളർത്തുവാൻ നിങ്ങളുടെ കൂടെയുള്ള ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. I want to hear faith declarations today. ഇന്ന് വിശ്വാസത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. You can open your mouth and declare that God is with you and He is helping me in raising my children. ഇന്ന് നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് ഉറക്കെ നിങ്ങൾ പ്രഖ്യാപിക്കണം, കർത്താവിന്റെ കൂടെയുണ്ട്. ആ ദൈവം കൂടെയുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ പോവുകയാണ്. Your faith declarations will please God. നിങ്ങളുടെ ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഇന്ന് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പോവുകയാണ്. Are you ready for instruction number 2? രണ്ടാമത്തെ നിർദ്ദേശം പറയട്ടെ. You may be carrying hurts, wounds, etc. from your life partner or ex-life partner. ഒരുപക്ഷേ നിങ്ങളുടെ മുൻപുള്ള ജീവിത പങ്കാളിയിൽ നിന്നും മുറിവുകളും വേദനകളും വഹിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. Carrying a lot of wounds, hurts, bitter experiences. ഒത്തിരി മുറിവുകൾ, വേദനകൾ, വേദനാജനകമായ കാര്യങ്ങൾ, കയ്പ്. But never express your hatred towards your partner to win the hearts of your children to you. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് നേടുവാൻ വേണ്ടി ഒരിക്കലും നിങ്ങളുടെ മുൻപുള്ള ജീവിത പങ്കാളിയോടുള്ള ദേഷ്യവും വെറുപ്പും നിങ്ങൾ കുഞ്ഞുങ്ങളുടെ മേൽ കാണിക്കരുത്. Why? എന്തുകൊണ്ട്? As they grow up, അവർ വളർന്നു വരുമ്പോൾ they are always listening to the pain, the hurts that you carry. എപ്പോഴും നിങ്ങൾ അനുഭവിച്ച വേദനകളും മുറിവുകളും കേട്ടാണ് അവർ വളരുന്നത്. And in their heart also they will develop hatred for their dad or their mom. അങ്ങനെ അവരുടെ ഹൃദയത്തിലും അവരുടെ അപ്പനോട് അല്ലെങ്കിൽ അമ്മയോടുള്ള വിദ്വേഷത്താൽ അവർ നിറയും. Listen to me. കേൾക്കുക. This can affect the children's future. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കാൻ സാധ്യതയുണ്ട്. This can also affect the children's family life, future family life. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിലെ കുടുംബജീവിതത്തെയും ബാധിക്കും. Is that clear? മനസ്സിലായോ? So if there are hurts and pain in your life, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളും മുറിവുകളും ഉണ്ടെങ്കിൽ I will show you the place where you can leave them. അതൊക്കെ ഇടുവാനുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, Shall I do that? ഞാൻ കാണിച്ചു തരട്ടെ. Take all the wounds, hurts, pain in your heart and deposit it in the wound on the side of Jesus. നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും മുറിവുകളും കയ്പുകളും നിങ്ങളുടെ കരങ്ങളിലേക്ക് എടുക്കുക. യേശുവിൻ്റെ മാറിലെ ആ മുറിവിനകത്തേക്ക് അത് വെക്കുക. You free yourself. നിങ്ങൾ സ്വതന്ത്രരാവുക. That's why Jesus is carrying a huge wound here on his side. അതുകൊണ്ടാണ് തൻ്റെ മാർവിൽ ഈ ഒരു ഭാഗത്തായി അവൻ വലിയൊരു മുറിവ് വഹിക്കുന്നത്. Hello. ഹലോ, Don't put all your hurts, pain on your children. നിങ്ങളുടെ വേദനകളും ആവലാതികളും എല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുകളിലേക്കല്ല ഇടേണ്ടത്. If you love your children, never do that. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. Of course, for a while they will be with you. You will have their heart.
but later they will also turn against you. നിങ്ങൾ അങ്ങനെ ചെയ്താൽ കുറച്ച് നാളുകൾ നിങ്ങളുടെ കൂടെ അവരുടെ ഹൃദയം ഉണ്ടാവും, എന്നാൽ പിന്നീട് അവർ നിങ്ങൾക്കെതിരെ തിരിയും. It can affect their future. അവരുടെ ഭാവി അത് തകർക്കും. Hallelujah. ഹല്ലേലൂയ. All the waste material that you have, all the garbage that you have in your life should be thrown to the carrier of our sins and burdens, Jesus. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേണ്ടാത്തതും മാലിന്യങ്ങളും ഭാരങ്ങളും എല്ലാം ഇടേണ്ടത് നമ്മുടെ സകല ഭാരവും വഹിക്കുന്ന, നമ്മുടെ സകല പാപവും വഹിക്കുന്ന യേശുവിലേക്കാണ് ഇടേണ്ടത്. Hallelujah. ഹല്ലേലൂയ. That's what John the Baptist said. Behold the Lamb of God who takes away the sins of the world. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. I know the Holy Spirit is ministering to you എനിക്ക് today. മനസ്സിലാക്കാം, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുകയാണ്. Instruction number 3. മൂന്നാമത്തെ നിർദ്ദേശം, If you went through a divorce, നിങ്ങൾ ഒരു വിവാഹ മോചനത്തിലൂടെ കടന്നുപോയാൽ don't live the remaining life in guilt. നിങ്ങളുടെ പിന്നീടുള്ള ജീവിതം ഒരു കുറ്റബോധത്തിൽ ജീവിക്കരുത്. Maybe you were also a reason for the divorce. You had a part in it. ഒരുപക്ഷെ നിങ്ങളും ആ വിവാഹമോചനം ഉണ്ടാകുവാൻ നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ടാകാം. But never live in guilt. പക്ഷേ ഒരു കുറ്റബോധത്തിന് അകത്ത് നിങ്ങൾ ജീവിക്കരുത്. Why? എന്തുകൊണ്ട്? Because there is a forgiving Father. കാരണം നമ്മളോട് ക്ഷമിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. All the sins in your past life, God can forgive. നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ ദൈവത്തിന് കഴിയും. Otherwise, അല്ലെങ്കിൽ if you are living in that guilt, it can affect your children. നിങ്ങൾ ആ കുറ്റബോധത്തിൽ തന്നെ ഇപ്പോഴും ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാധിക്കും. You went through a divorce. Sometimes you cannot reverse it. You are helpless now. You are completely separated. Maybe they are having separate marriages and separate families, but never live in guilt. നിങ്ങൾ ഒരു സന്ദർഭത്തിൽ ഇതുപോലെ വിവാഹമോചനത്തിലൂടെ കടന്നുപോയി, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല, അതുപോലെ നിങ്ങൾ വേർപിരിഞ്ഞു പോയി, ഒരുപക്ഷെ വ്യത്യസ്തമായ കുടുംബങ്ങളായി കഴിഞ്ഞിരിക്കാം. എന്നാൽ അതിനെ ഓർത്ത് പിന്നീട് വീണ്ടും നിങ്ങൾ ദുഃഖിച്ച് അല്ലെങ്കിൽ കുറ്റബോധത്തിൽ കഴിയേണ്ട ആവശ്യമില്ല. The Bible says, blessed are those who wash their garments in the blood of the Lamb. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, തങ്ങളുടെ വസ്ത്രം യേശു കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചവർ ഭാഗ്യവാന്മാർ. That means you can wash the robe of your life in the blood of Jesus, and you can cleanse yourself, and you can live a life as white as snow. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതമാകുന്ന അങ്കി വസ്ത്രം യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകി വെളുപ്പിച്ച് ഹിമം പോലെ വെണ്മയാക്കി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. That powerful is the blood of Jesus. അത്രയ്ക്ക് ശക്തിയാണ് യേശുവിന്റെ രക്തത്തിനുള്ളത്. It can wash away all your sins. നിങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകി കളയുവാൻ അതിന് കഴിയും. And once you are clean by washing in the blood of Jesus, live a clean life. നിങ്ങൾ ഒരിക്കൽ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടാൽ നീറ്റായിട്ടുള്ള അതുപോലെ ശുദ്ധിയുള്ള ജീവിതം തന്നെ നയിക്കണം. Hallelujah. ഹല്ലേലൂയ. You don't need to live in sin. വീണ്ടും പാപത്തിൽ ജീവിക്കരുത്. You don't need to live in guilt. നിങ്ങൾ കുറ്റബോധത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. Somebody say amen. ഒരു ആമേൻ പറയാമോ? Number 4. നാലാമത്തേത്, You can never make up for the other partner's absence. ഒരിക്കലും മറ്റേ ജീവിത പങ്കാളിയുടെ നിങ്ങളുടെ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആ ഒഴിവ് അഭാവത്തെ ഒരിക്കലും നികത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. If you're a single mom, you cannot become a father to them. You can only be a mother. നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു അമ്മയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പിതാവിന്റെ അഭാവം നിങ്ങൾക്ക് നികത്തുവാൻ കഴിയില്ല. നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു അമ്മയാകാൻ മാത്രമേ കഴിയൂ. If you are a single dad, you cannot be a mom to them. ഒറ്റയ്ക്കുള്ള ഒരു പിതാവാണ് നിങ്ങളെങ്കിൽ അമ്മയുടെ ഗ്യാപ്പ് നിങ്ങൾക്ക് ഒരിക്കലും നികത്തുവാൻ കഴിയുകയില്ല. A mother can give only mother's love, no father's love. ഒരു അമ്മയ്ക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ നൽകാൻ കഴിയുള്ളൂ, പിതാവിന്റെ സ്നേഹം നൽകുവാൻ കഴിയില്ല. But പക്ഷേ, everybody say but. എല്ലാവരും പറഞ്ഞാലും പക്ഷേ, Okay. പക്ഷേ Jesus can compensate that love.
that absence. അവന് കുറവുള്ള ആ പിതാവിന്റെ സ്നേഹമാകാം, ഒരു മാതാവിന്റെ സ്നേഹമാകാം. ആ കുറവിനെ നികത്തുവാൻ യേശുവിന് കഴിയും. Hallelujah. ഹല്ലേലൂയ. You may not be receiving the father's love or a mother's love, but Jesus can give you any love. ഒരുപക്ഷെ ഒരു പിതാവിന്റെ സ്നേഹമോ ഒരു അമ്മയുടെ സ്നേഹമോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല, ലഭിക്കുന്നുണ്ടാകില്ല. എന്നാൽ യേശുവിന് ആ സ്നേഹം, നിനക്ക് എന്താണോ കുറവുള്ളത് അത് നൽകുവാൻ യേശുവിന് കഴിയും. As a man, I cannot give out all kinds of love. I am limited. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള സ്നേഹവും നൽകുവാൻ കഴിയില്ല. ഞാൻ പരിധികളുള്ളവനാണ്. But only God can provide all kinds of love. ദൈവത്തിന് മാത്രമേ എല്ലാവിധമായ സ്നേഹവും പകരുവാൻ കഴിയൂ. God can be your father. ദൈവത്തെ നിങ്ങളുടെ പിതാവാകാൻ God കഴിയും. can be your mother. നിങ്ങളുടെ അമ്മയാകാൻ കഴിയും. God can be a life partner. നിങ്ങളുടെ ജീവിത പങ്കാളിയാകാൻ കഴിയും. God can be your friend. നിങ്ങളുടെ സുഹൃത്താകാൻ ദൈവത്തിന് കഴിയും. He can be your brother. നിങ്ങളുടെ സഹോദരനാകാൻ He ദൈവത്തിന് can കഴിയും. give any kind of love. ഏത് വിധത്തിലുള്ള സ്നേഹമാണെങ്കിലും. Because Jesus' love, God's love, the agape love is all inclusive love. കാരണം യേശുവിന്റെ സ്നേഹം, ആ ദൈവ സ്നേഹം എന്നുള്ളത് എല്ലാ സ്നേഹത്തിന്റെയും പൂർണ്ണതയാണ്. Somebody say amen. എല്ലാവരും ഒരു ആമേൻ. Now number 5. 5, always stay connected emotionally to your children. എപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി വൈകാരികപരമായി അടുപ്പത്തിൽ നിൽക്കുക. This is for all parents. ഇത് എല്ലാ മാതാപിതാക്കളുമുള്ള All നിർദ്ദേശമാണ്. parents, wave your hands to me. എല്ലാ അപ്പനമ്മമാരും ഒന്ന് കൈ വീശി കാണിച്ചേ. This is to you. നിങ്ങളോടാണ്. Always stay connected to your children emotionally. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നല്ല വൈകാരിക ബന്ധം പുലർത്തുക. Get involved in their world. അവരുടെ ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുക. നിങ്ങൾ കൂടിച്ചേരുക. You are grown up, നിങ്ങൾ വളർന്നു. but you will have to come down to school days. പക്ഷേ ആ സ്കൂൾ ദിവസങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് ഇറങ്ങി Or വരണം. college days, university ആ days. കോളേജ് ദിവസത്തേക്കും യൂണിവേഴ്സിറ്റി പ്രായത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. Be interested in their friends. അവരുടെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കണം. Ask them questions. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. Hear, listen to their description about their life. അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും അവർ വിവരിക്കുമ്പോൾ നല്ലപോലെ കേട്ടിരിക്കുക. If you are not connected emotionally with your children, they will be connected wrongly with other relationships and they will end up in distraction. വൈകാരികപരമായി നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നിങ്ങൾക്കൊരു ബന്ധം ഇല്ലെങ്കിൽ അവർ മറ്റ് പല ബന്ധങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും അവർ നാശത്തിലേക്ക് പോവുകയും ചെയ്യും. You may slowly lose your children. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ നഷ്ടമാകാം. Even though they are grown ups, you should be connected to them personally. അവർ വളർന്നു വലുതായാലും നിങ്ങൾ വ്യക്തിപരമായി അവരോട് കണക്റ്റഡ് ആയിരിക്കണം, ബന്ധമുള്ളവരായിരിക്കണം. ഞാനൊരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത്. ഞാൻ സ്വർണ്ണപ്പണിയായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വർണ്ണപ്പണിയായിട്ട് എനിക്ക് പണിക്ക് പോയെങ്കിലും ഒരുപാട് വർഷം എനിക്ക് പൈസ ഒന്നും കിട്ടിയിരുന്നില്ല. ജീവിതത്തിലൊരു രക്ഷയില്ലാണ്ടിരിക്കുന്ന നേരത്താണ് ഈ കർത്താവിൽ ഞാൻ വിശ്വസിക്കണത്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് ഈ ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത്. പക്ഷെ അന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് പറമ്പിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു. പറമ്പിൻ്റെ കച്ചവടത്തിന് ഞാൻ ഒരുപാട് വർഷം ഞാൻ കച്ചവടത്തിന് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വാടക വീട് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും പറമ്പിൻ്റെ കച്ചവടം ഇത്രയും വർഷത്തിനിടക്ക് എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആദ്യത്തെ ആ ആഴ്ചയിൽ തന്നെ എനിക്ക് 73 ലക്ഷം രൂപയുടെ കച്ചവടം നടത്തി തന്ന് കർത്താവ് എനിക്ക് നടത്തി തന്ന്. ആഴ്ചയിൽ എനിക്ക് 3 കച്ചവടം 1 കോടി രൂപയുടെ അടുത്ത് കച്ചവടം കർത്താവ് നടത്തി തന്നതിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എൻ്റെ ഭാര്യയും ഞാനുമായിട്ട് ഏത് നേരത്തും വഴക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ വഴക്കുകളെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതോടുകൂടി മുഴുവനും വിട്ടുമാറി. എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതൽ തന്നത് ഇപ്പോൾ ഇതിലൂടെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ പ്രാർത്ഥനയിൽ വന്നതിന് പിന്നെയാണ്. അതിലൂടെ എനിക്ക് ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി. എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു, അതൊക്കെ നിന്ന്. പിന്നെ എനിക്ക് എൻ്റെ മേലാസകൾ ചൊറിച്ചിലുണ്ടായിരുന്നു, അതൊക്കെ മാറി. നിസ്സാര വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അത് ബ്ലേഡാർക്കും ഇവർക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാകാറുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് പണിയുണ്ട്. ഇപ്പോൾ നമുക്ക് കൈ നിറച്ച് പൈസയുമുണ്ട്, സന്തോഷവുമുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നല്ലോണം
സന്തോഷത്തിലാണ് ഇപ്പോൾ വരുന്നത്. ഈ സമയത്ത് വലിയ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ അങ്ങ് വിശ്വസിക്കുക. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളാണ്, അങ്ങയുടെ പൈതങ്ങളാണ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. കണ്ണുനീരിൽ ആണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ ഒക്കെ വിഷമിക്കുന്ന വ്യക്തികൾക്ക് കർത്താവെ ഇന്ന് പരിഹാരം കൊടുക്കണമേ എന്നങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ബോൺ ക്യാൻസർ, ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന രീതിയിലുള്ള ബോൺ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. വിടുതലുണ്ടാകട്ടെ. അതുപോലെ ലങ്സിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, ശ്വാസകോശങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗം എന്താണെങ്കിലും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം അവിടെ നടക്കട്ടെ. ബ്രീത്തിങ് പ്രോബ്ലംസ് മാറട്ടെ. റെസ്പിറേറ്ററി സിസ്റ്റം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ട്യൂമറുകൾ, വിവിധ രീതിയിൽ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അകത്തോ പുറത്തൊക്കെയുള്ള മുഴകൾ മാറിപ്പോകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി, സി തുടങ്ങിയതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതുപോലെ അപസ്മാര രോഗം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെർണിയ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ വിടുതലുകൾ ഓരോ വ്യക്തികളിലും ഇപ്പോൾ കർത്താവെ വന്ന് ചേരേണ്ടതിനായി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി പോലെയുള്ള ചില സെക്ഷുവൽ പെർവേർഷൻസ് ഉള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപക്ഷെ മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള സെക്ഷുവൽ പെർവേർഷൻസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, ആ വിടുതലുകൾ അങ്ങ് കൽപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് വിശ്വസിച്ച് സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. കടബാധ്യതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിരാശകൾ മാറിപ്പോട്ടെ. കർത്താവെ, ജോലി സ്ഥിരതയില്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു, പക്ഷേ സ്ഥിരമായിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ചിലർക്ക് ഈ ആഴ്ചകളിൽ തന്നെ കർത്താവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പുകവലി മാറ്റാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഇന്ന് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഐ ബ്രേക്ക് ദാറ്റ് അഡിക്ഷൻ ഇൻ ജീസസ് നെയിം. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. മദ്യപാനം മാറിപ്പോകട്ടെ. ഡ്രഗ്സിൻ്റെ അഡിക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവെ, ഏതൊരാവശ്യത്തിലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച കട്ടപ്പനയിലാണ്. അടുത്ത ദിവസം ശനിയാഴ്ച അടിമാലിയിലാണ്. ഇടുക്കി ജില്ലയിൽ ഈ ആഴ്ചയിലെ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എവിടെ നിന്നൊക്കെ സഞ്ചരിച്ച് വരാമോ അവിടെ നിന്നൊക്കെ വരണം. ചുമ്മാ വരരുത്. നിങ്ങൾക്ക് ഇതുവരെയുള്ള ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ കണ്ടപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾ പറയുവാൻ തയ്യാറായി വരിക. ഒറ്റയ്ക്ക് വരരുത്. ആരെയെങ്കിലുമൊക്കെ ചിലരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക.
എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, കർത്താവ് തീർച്ചയായും നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും. കർത്താവ് ഒത്തിരി 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 നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ഡയറി, അതിൻ്റെ ഇംഗ്ലീഷിൽ മൈ പ്രേയർ ഡയറി, ആശിഷമാരി എന്നുള്ള മറ്റൊരു പുസ്തകമുണ്ട്, സോങ് ബുക്കുണ്ട്, സെർമൺ നോട്ട് കീപ്പറുണ്ട്, വചന സന്ദേശങ്ങൾ കുറിച്ചെടുക്കാൻ, അങ്ങനെയുള്ള വിവിധ പുസ്തകങ്ങൾ, CD-കൾ, ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. തപാൽ മാർഗം അവ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുന്നതായിരിക്കും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഈ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് ആര് പറഞ്ഞു? Who said if I perish, I perish? Options: A. Haman, B. Mordecai, C. Esther, D. Vashti. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.